കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാധ്യരായ നേതാക്കന്മാർ സഖാവ് EMS AKG ദിനം കേരളത്തിൽ സമുചിതമായിട്ട് ആചരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് എല്ലാ പ്രാദേശിക കേന്ദ്രങ്ങളിലും പ്രഭാതപേരി മുഴക്കി പതാക ഉയർത്തുന്ന അനുസ്മരണ ചടങ്ങുകൾ നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ അനുസ്മരണ പരിപാടി പതാക ഉയർത്തുന്നതിനായി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് സഹദേവേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സഹദേവേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സന്തോഷ് വക്കീൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനായിട്ട് സന്തോഷ് വക്കീലിനെ ക്ഷണിച്ചു. സഖാവ് EMS ദിനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ദിവസമാണ്. ഒരു നൂറ്റാണ്ടിന് മുൻപ് സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളം ഇന്ന് ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ഒരു മാതൃകാ സംസ്ഥാനമായി എല്ലാ ജനജീവിത സൂചികകളിലും ഒന്നാം നമ്പറായി നിൽക്കുന്നുവെങ്കിൽ അതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് സഖാവ് EMS. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തതിനും കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നയിച്ചതിനും അതിൻ്റെ എല്ലാം ദൈക്ഷണികമായ നേതൃത്വം വഹിച്ചത് സഖാവ് EMS ആയിരുന്നു. ഇന്ന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുകയാണ്. മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വലതുപക്ഷത്തെയും സമാനമായി അവതരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തുനിന്ന് ആളുകൾ അപ്പുറത്തേക്ക് പോകുന്നു, അപ്പുറത്തുനിന്ന് ആളുകൾ ഇപ്പുറത്ത് വരുന്നു, എന്താണ് വ്യത്യാസം എന്ന രീതിയിൽ ആക്ഷേപിക്കുമ്പോൾ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മാനവരാശിയുടെ നാളിതുവരെയുള്ള ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണ്. ആ വർഗസമരത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ഭൂമിയിലെ സോഷ്യലിസവും കമ്മ്യൂണിസവും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നത്. കേരളത്തിൽ സംഘടിത വർഗത്തിൻ്റെ നേതൃത്വത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വരുന്ന അപജയം, ഇടത് വലത് അപജയങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായും പോകാറുണ്ട്. സഖാവ് സുധാകരനായാലും ഗോവിന്ദനായാലും പാർട്ടിയിൽ നിന്ന് പോകുന്നത് അപജയത്തിൻ്റെ വലതുപക്ഷ അപജയത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനെ പാർട്ടി വിശേഷിപ്പിക്കുന്നത് പാർലമെൻ്ററി വ്യാമോഹമെന്നാണ്. വലിയ ആശയ സമരങ്ങളുടെ ഭാഗമായിട്ട് പല ആളുകളും പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന പലരോടും അവരുടെ ആശയങ്ങളോട് ശക്തമായ വിയോജിപ്പുള്ളപ്പോഴും ബഹുമാനമുണ്ടാവാറുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള പാർലമെൻ്ററി വ്യാമോഹികൾ, പാർലമെൻ്ററി ചളിക്കുണ്ടിൽ വീണ ആളുകൾ, മുകുന്ദനെ പോലെ ഗോവിന്ദനെ പോലെയുള്ള സുധാകരനെ പോലെയുള്ള ആളുകൾ ഇതുപോലെ പാർലമെൻറ്റ് ചളിക്കുണ്ടിൽ വീണ് നശിച്ച് നാറാണക്കല്ലെടുക്കുമ്പോൾ അവരോട് തികഞ്ഞ പുച്ഛം മാത്രമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകുന്നവരും കോൺഗ്രസിൽ നിന്ന് മാറുന്നവരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ബൂർഷ്വാ പാർട്ടിയിൽ നിന്ന് ആളുകൾ മാറുമ്പോൾ അതിൽ നിന്ന് വലിയൊരു ശതമാനം പാർട്ടി അവർ കൂടെ പോകും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിക്കില്ല. വർഗങ്ങൾ വർഗസമരവുമായി മുന്നോട്ട് പോകും. ചില ആളുകൾ അതിൽ നിന്ന് തെറിച്ചു പോകും. രാഷ്ട്രീയമായി അപജയിക്കുന്നവർ, തെറ്റായ ആശയങ്ങൾ വരുന്നവർ അവർ ഒറ്റയ്ക്ക് പോയി മറ്റ് ചേരിയിൽ ചേരും. വർഗത്തിന് യാതൊരു കുലുക്കവും ഉണ്ടാവില്ല. അതാണ് വർഗസമരം. കേരളത്തിലെ തൊഴിലാളി വർഗവും കർഷകരും മറ്റ് ജനങ്ങളും വർഗസമരവുമായി മുന്നോട്ട് പോകും. ആ വർഗസമര പാത ഉപേക്ഷിച്ചു പോയ ആളുകൾ ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ അനുഭവങ്ങളാണ് എല്ലാ കാലത്തുമുള്ളത്. അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിക്കാൻ മുഴുവൻ സഖാക്കളും തൊഴിലാളി വർഗവും വർഗപരമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ പോരാട്ടത്തിൽ ആശയപരമായി എല്ലാ കാലത്തും നേതൃത്വം വഹിച്ചിട്ടുള്ള ആളാണ് സഖാവ് EMS. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്ന ഓരോ ആശയ സമരങ്ങളിലും ഇടത് വലത് വ്യതിയാനങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈക്ഷണിക നേതൃത്വമായ സഖാവ് EMSന്റെ സ്മരണ ഈ സാഹചര്യത്തിൽ നമുക്ക് അങ്ങേയറ്റം കരുത്താണ്.
സഖാവിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇവിടെ പതാക ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടി ലോക്കൽ സെക്രട്ടറിയായ സഖാവ് സഹദേവേട്ടനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ സഹാക്കളെ, സഖാവ് EMSന്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് 28 വർഷം മുന്നേ നമ്മെ പിരിഞ്ഞ സഖാവ് EMS അന്ന് 80-90 കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച ആഗോളവൽക്കരണവും അതുപോലെ തന്നെ ഉദാരവൽക്കരണവും അന്ന് വലതുപക്ഷം പുച്ഛിച്ചു തള്ളിയതാണ്. ഇന്ന് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. ലോകമെമ്പാടും EMSന്റെ വാക്കുകൾക്ക് പ്രസക്തി നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായി യുദ്ധം, സാമ്പത്തിക അരാജകത്വം. ഈ ഒരു വേളയിൽ ചേർപ്പ് ലോക്കൽ കമ്മിറ്റി സഖാവ് EMSന്റെ സ്മരണയ്ക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പതാക ഉയർത്തട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, മാർച്ച് 19 സിന്ദാബാദ്, മാർച്ച് 19 സിന്ദാബാദ്, മാർച്ച് 19 സിന്ദാബാദ്, മാർച്ച് 19 സിന്ദാബാദ്, EMS ദിനം സിന്ദാബാദ്, EMS ദിനം സിന്ദാബാദ്, EMS ദിനം സിന്ദാബാദ്, EMS ദിനം സിന്ദാബാദ്. പോരാട്ടത്തിൻ നാളുകളിൽ, പോരാട്ടത്തിൻ നാളുകളിൽ, പോരാട്ടത്തിൻ നാളുകളിൽ പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെയാകെ നയിച്ച സഖാവേ, ഞങ്ങളെയാകെ നയിച്ച സഖാവേ, ഞങ്ങളെയാകെ നയിച്ച സഖാവേ, ഞങ്ങളെയാകെ നയിച്ച സഖാവേ, EMS ധീര സഖാവേ, EMS ധീര സഖാവേ, EMS ധീര സഖാവേ, EMS ധീര സഖാവേ. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, മാർച്ച് 19 സിന്ദാബാദ്, മാർച്ച് 19 സിന്ദാബാദ്, EMS ദിനം സിന്ദാബാദ്. EMS ദിനം സിന്ദാബാദ്. ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല. സഖാവ് EMS മരിക്കുന്നില്ല, സഖാവ് EMS മരിക്കുന്നില്ല, സഖാവ് EMS മരിക്കുന്നില്ല. സഖാവ് EMS മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, മാർച്ച് 19 സിന്ദാബാദ്, മാർച്ച് 19 സിന്ദാബാദ്, EMS ദിനം സിന്ദാബാദ്, EMS ദിനം സിന്ദാബാദ്. ഇൻകുലാബ് 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 സിന്ദാബാദ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. വേണ്ടി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് M മധുവാണ് പതാക ഉയർത്തുന്നത്. സഖാവിനെയും ഏരിയ കമ്മിറ്റി അംഗമായ സന്തോഷ് വക്കീലിനെയും സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷനായി സഖാവ് സന്തോഷ് വക്കീലിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് സഖാവ് EMS ദിനം കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി സഖാക്കളും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ബഹുജനങ്ങളും ആചരിക്കുകയാണ്. സഖാവ് EMSനെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചരിത്രത്തെ തന്നെ സ്മരിക്കലാണ്. ലോകത്തിലെ തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ലോകവിപ്ലവം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി വിപ്ലവ സ്വപ്നങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സഖാവ് ലെനിന്റെയും സ്റ്റാലിന്റെയും മാവോസേതുങ്ങിന്റെയും ഹോജിമിന്റെയും എല്ലാം നിരയിൽപ്പെട്ട സഖാക്കളിൽ ഒരാളാണ് സഖാവ് EMS. സഖാവിന്റെ വിപ്ലവ സംഭാവനകൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ദൈക്ഷണികമായ ഇടപെടലുകൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരായി മുതലാളിത്ത വ്യവസ്ഥയെ മാറ്റി തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുകയും സോഷ്യലിസത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും രാജ്യത്തെ നയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിലെ വർഗങ്ങളെയും ബഹുജനങ്ങളെയും മുന്നോട്ട് നയിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് സഖാവ് EMS. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നാമം ഒഴിവാക്കിക്കൊണ്ട് കേരള ചരിത്രം എഴുതാൻ സാധ്യമല്ല. ഒരു 100 കൊല്ലം മുമ്പ് ഒരു ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച വിവേകാനന്ദൻ വിശേഷിപ്പിച്ച കേരളത്തെ ഇന്ന് ലോക നിലവാരത്തിലുള്ള എല്ലാ ജീവിത സൂചികകളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റിയതിൽ സഖാവ് EMSന്റെ സംഭാവന അദ്വിതീയമാണ്. 57 സഖാവ് EMSന്റെ ഗവൺമെന്റാണ് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ ബില്ലും അടക്കമുള്ള സുപ്രധാനമായ നിയമങ്ങൾ കേരളത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകിയ ഒരു മഹത്തായ അധ്യാപകൻ എന്ന രൂപത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല. ഇന്ന് നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്ത് പത്രമാധ്യമങ്ങൾ, ഭൂഷാ പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു, ഇടതുപക്ഷത്ത് ആളുകൾ വലതുപക്ഷത്തേക്ക് പോകുന്നു, വലതുപക്ഷത്ത് ആളുകൾ ഇടതുപക്ഷത്തേക്ക് വരുന്നു. എന്താണ് വ്യത്യാസം? പക്ഷേ അത്തരം ലളിതമല്ല കാര്യങ്ങൾ. ലോക മാനവരാശിയുടെ ചരിത്രം വർഗസമരത്തിന്റെ ചരിത്രമാണ്. നടക്കുന്നത് വർഗസമരമാണ്. ആ വർഗസമരത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തെറ്റായ വ്യതിയാനങ്ങൾ സംഭവിക്കും. അതാണ് EMSന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന്. ഇടത് വലത് വ്യതിയാനങ്ങൾ സംഭവിക്കും. ആ വ്യതിയാനങ്ങൾക്കെതിരെ പോരാടുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കടമയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആളുകൾ പോകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. നിരവധി ആളുകൾ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട്. പാർട്ടിക്കകത്ത് നടക്കുന്ന ആശയ സമരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ വ്യതിയാനവും വലതുപക്ഷ വ്യതിയാനവും സംഭവിക്കുമ്പോൾ അതിനെതിരെ പാർട്ടി അടിയുറച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സഖാവ് EMS പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പക്ഷെ നാം കാണുന്ന കാഴ്ച എന്താണ്? നാട്യ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA തികഞ്ഞ വഞ്ചക രൂപത്തിൽ വലതുപക്ഷത്തേക്ക് മാറുന്നു. പാർട്ടി ദീർഘകാലം പാർട്ടിയെ നയിച്ച സഖാവ് സുധാകരനെ പോലുള്ളവർ, ഗോവിന്ദനെ പോലുള്ളവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. ഇത് പക്ഷെ നമുക്കറിയാം, ആശയ സമരങ്ങളുടെ ഫലമായി പോയ സഖാക്കള് ആ സഖാക്കളോട് ശക്തമായി പൊരുതുമ്പോഴും അവരുടെ ബഹുമാനം പാർട്ടി സൂക്ഷിച്ചിരുന്നു. ഇവർ ഒരു ബഹുമാനം പോലും അർഹിക്കുന്നില്ല. പാർലമെന്റ് ചളിക്കുണ്ടിൽ വീണ് മുങ്ങിത്തുടിച്ച് നടക്കുന്ന ഈ മുകുന്ദനും സുധാകരനും ഗോവിന്ദനും ഒരു ദയ പോലും അർഹിക്കുന്നില്ല. പാർലമെന്റ് ചളിക്കുണ്ടിൽ വീണ് നശിച്ച് നാറാണക്കലെടുക്കാൻ പോകുന്ന ഈ സഖാക്കളെ കുറിച്ച് തികഞ്ഞ പുച്ഛം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്ത് പോകുന്നവരും വലതുപക്ഷത്ത് പോകുന്നവരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വലതുപക്ഷത്തുനിന്ന് ഒരു നേതാവ് മാറുമ്പോൾ കുറെ അണികളെയും കൊണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അവർ മാറും. പക്ഷേ ഇടതുപക്ഷത്ത് മാറുമ്പോൾ അങ്ങനെയല്ല. ഇടതുപക്ഷം ഒരു വർഗത്തിന്റെ നേതൃത്വമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിന്റെ മുന്നണി പടയാണ്. തൊഴിലാളി വർഗം അടിയുറച്ച് പോരാട്ടത്തിൽ മുന്നോട്ട് പോകും. ചില ആളുകള് വ്യതിയാനം വന്ന് പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകും. വർഗത്തിൽ നിന്ന് ഒരു ചെറിയ ഒരാളെ പോലെ അടച്ചു കൊണ്ടുപോകാൻ അവർ കഴിയില്ല. വർഗപ്രസ്ഥാന വർഗസമരം മുന്നോട്ട് പോകും. ഇങ്ങനെ തെറിച്ചു പോകുന്ന, തെറ്റായ പാതയിലേക്ക് തെറിച്ചു പോകുന്ന, പാർലമെന്റ് ജീർണതകളിൽ വീണ് മുങ്ങിത്തുടിക്കുന്ന ഇത്തരം ആളുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗം അതിന്റെ വർഗസമരം മുന്നോട്ട് പോകും. കേരളത്തിലെ ആസന്നമായ തെരഞ്ഞെടുപ്പില് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി 3ാം ടേമിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ സ്വപ്നമാണ്. തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് വലിയ പങ്കുവഹിക്കാനുണ്ട്. അത് കേരളത്തിലെ പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു പാതയിലേക്ക് പാർട്ടിയെ നയിച്ചതില് പ്രധാന പങ്കുവഹിച്ച ആചാര്യനാണ് സഖാവ് EMS. സഖാവ് EMSന്റെ സ്മരണ പുതുക്കുമ്പോൾ കേരളത്തിലെ തൊഴിലാളികളുടെ പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു പുതിയ നവകേരള സൃഷ്ടിയിലേക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തില് സഖാവിന്റെ സ്മരണ വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. സഖാവിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇവിടെ പതാക ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ സഖാവ് M. മധുവിനെ ക്ഷണിക്കുന്നു. സഖാവ് EMSനെ കുറിച്ച് എത്രയേറെ സംസാരിച്ചാലും അധികമാകാത്ത അത്രയേറെ വിശേഷണങ്ങൾക്കുടമയായ യുഗപ്രഭാവനായ സഖാവ് EMS അന്തരിച്ചിട്ട് 28ാം വാർഷിക ദിനമാണിന്ന്.
സഖാവിൻ്റെ ഉജ്ജ്വലമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അവരുടെയും അനുവാദത്തോടെ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ പതാക ഉയർത്തുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. മാർച്ച് 19 സിന്ദാബാദ്. മാർച്ച് 19 സിന്ദാബാദ്. ഇഎംഎസ് ദിനം സിന്ദാബാദ്. ഇഎംഎസ് ദിനം സിന്ദാബാദ്. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ഇല്ല ഇല്ല മരിക്കുന്നില്ല. സഖാവ് ഇഎംഎസ് മരിക്കുന്നില്ല. സഖാവ് ഇഎംഎസ് മരിക്കുന്നില്ല. സഖാവ് ഇഎംഎസ് മരിക്കുന്നില്ല. സഖാവ് ഇഎംഎസ് മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പോരാട്ടത്തിൻ നാളുകളിൽ. പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെ ആകെ നയിച്ച സഖാവേ. ഞങ്ങളെയാകെ നയിച്ച സഖാവേ. ഞങ്ങളെയാകെ നയിച്ച സഖാവേ. ഞങ്ങളെയാകെ നയിച്ച സഖാവേ. ധീരസഖാവേ ഇഎംഎസ്. ധീരസഖാവേ ഇഎംഎസ്. ധീരസഖാവേ ഇഎംഎസ്. ധീരസഖാവേ ഇഎംഎസ്. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ഇല്ല ഇല്ല മരിക്കുന്നില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്. രക്തപതാക സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. മാർച്ച് 19 സിന്ദാബാദ്. മാർച്ച് 19 സിന്ദാബാദ്. സഖാവ് ഇഎംഎസ് ദിനം സിന്ദാബാദ്. സഖാവ് ഇഎംഎസ് ദിനം സിന്ദാബാദ്. സഖാവ് ഇഎംഎസ് ദിനം സിന്ദാബാദ്. സഖാവ് ഇഎംഎസ് ദിനം സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. സിപിഐഎം സിന്ദാബാദ്. ഇൻകുലാബ് 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 സിന്ദാബാദ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്.